ഹായ്, ഗുഡ് മോർണിംഗ് എവറി വൺ. എല്ലാവർക്കും ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റിൽ നമ്മുടെ അമേരിക്ക 50% ടാരിഫ് ഇന്ത്യക്ക് മേലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലാസ്റ്റ് നിമിഷം വരെ ഒരു നെഗോസിയേഷൻ വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. സോ ലിറ്ററലി അത് ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുണ്ട്. ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് സെപ്റ്റംബർ 17 പോയി അമേരിക്കയിൽ ചേരുന്ന കണ്ടെയ്നർ ഷിപ്സിനകത്തുള്ള പ്രോഡക്റ്റിനൊക്കെ പഴയ ഇത് തന്നെ ആയിരിക്കും, ടാരിഫ് തന്നെ ആയിരിക്കും. ന്യൂ ടാരിഫ് അതിനുശേഷം വരുന്ന ബാച്ചസിനായിരിക്കും വരിക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ന്യൂസ് കാരണം നമ്മുടെ മാർക്കറ്റിനകത്ത് ഒരു ഗ്യാപ്പ് ഡൗൺ, ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കാണിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ 24,650 എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ മാർക്കറ്റ് കുറച്ച് ദിവസത്തിന് മുന്നേ താഴെ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ലൈൻ ഉണ്ടായിരുന്നു. 24,660 മേളിൽ കയറിയാൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കിട്ടും എന്നുള്ളത്. അതിന് താഴെ 600 ഒരു സപ്പോർട്ടാണ്. ഈ 600-660 എന്നുള്ളൊരു ബോക്സിനകത്ത് വരെ നമുക്ക് പോകാം. അതിനും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പാനിക് സിറ്റുവേഷൻ വരും. അത് പാനിക് സിറ്റുവേഷൻ്റെ ഏറ്റവും എക്സ്ട്രീമിൽ വരിക 24,500 ബ്രേക്ക് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി, ആ ബുൾസ് ഔട്ടായി എന്നുള്ളൊരു ഫീല് വരുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബുൾസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലാണ്. 660 റേഞ്ചിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ 660 നിന്ന് 600 ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പാനിക് സിറ്റുവേഷൻ അത് വരും. 500 ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും കൈവിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ എന്നുള്ളതാണ് എൻ്റെ താഴത്തേക്കുള്ളൊരു ഡൗൺ സൈഡ് തോട്ടെന്ന് പറയുന്നത്. ഇതുപോലെ താരിഫ് വരുന്ന ഒരു സമയത്തും മാർക്കറ്റ് ഇതിനെതിരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ച ദിവസങ്ങളും ഉണ്ട്. സോ മേളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ 653 നിൽക്കുന്നെങ്കിൽ 660 മേളിൽ ഓപ്പണിംഗ് റേഞ്ച് വന്ന് അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ല ബുള്ളിഷ് കാൻഡിൽസ് വന്ന് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇന്ന് എക്സ്പയറി കൂടെയാണ് ശ്രദ്ധിക്കുക, മേളിൽ പോവുകയാണെങ്കിൽ 720, 800 വരെ, 800, 960 വരെയുള്ള ടാർഗറ്റുകൾ അതിനകത്തുണ്ട്. സോ മാർക്കറ്റിൽ പെട്ടെന്നൊരു ബൈ ഓർഡർ വന്ന് ഈ കംപ്ലീറ്റ്, അതായത് ഈ ഒരു താരിഫിൻ്റെ ത്രെട്ടനിങ്ങിനെ നമുക്കൊരു ത്രെട്ടനിങ് അല്ല എന്ന് കാണിക്കാനും മാർക്കറ്റ് നമ്മുടെ കൺട്രോളിലാണ് എന്ന് കാണിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് ഹയർ സൈഡിലേക്ക് പോകും. ഇല്ല, ഇതിൻ്റെ റീറ്റെയിലറിൻ്റെ ഒരു ആനുകൂല്യം ഇല്ലെങ്കിൽ റീറ്റെയിലറിൻ്റെ പാനിക് സിറ്റുവേഷനിൽ കൂടെ തന്നെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ താഴേക്ക് പോകും. സോ 2 ടൈപ്പ് ആൾക്കാരാണ് അവിടെ ഇന്ന് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനുണ്ടാവുക. ബുൾസിന് മാർക്കറ്റ് വീഴില്ല, ഈ ഒരു താരിഫ് എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു സിറ്റുവേഷനും, മാർക്കറ്റ് ഇങ്ങനെയാണ് ഒരു നെഗറ്റീവ് ന്യൂസിൽ ഇങ്ങനെ പ്രതികരിക്കും, ഇത് നെഗറ്റീവിലേക്ക് പോയിട്ട് പിന്നീട് സമയമെടുത്ത് തിരിച്ചൊരു റിക്കവറിയിലൂടെ വരിക എന്നുള്ളൊരു യൂഷ്വൽ പ്രോസസ്സ് പോകുമോ എന്നുള്ളതിൻ്റെ ഒരു ഡൗട്ട്ഫുൾനെസ്സാണ് ഇന്നത്തെ ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത്. സോ അതിനകത്ത് ഫണ്ട് കംപ്ലീറ്റ്ലി ഇട്ടിട്ട് ഒരു ഗ്യാമ്പിൾ ചെയ്യാതിരിക്കുക. മാർക്കറ്റിൽ നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് മാറി നിൽക്കുക, ഇല്ലെങ്കിൽ എക്സ്പോഷർ കുറയ്ക്കുക എന്ന് പറയും. അപ്പോൾ ഇതിലെന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ്, ഞാൻ ഈ വീഡിയോ എന്നും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഡേറ്റാസ് തരാനോ നിങ്ങളൊന്ന് മാർക്കറ്റിൻ്റെ അവലോകനം കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു സൈക്കോളജിക്കലി ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് കൂടാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. സോ അത് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഞാനവിടെ പറഞ്ഞത്. മാർക്കറ്റിൽ ആദ്യത്തെ 1 മണിക്കൂറിൽ നമുക്ക് എന്താണോ കൃത്യമായിട്ടൊരു കാൽക്കുലേഷൻ കിട്ടുന്നത്, ആ കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രം മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. ആ കാൽക്കുലേഷൻ നമുക്ക് ഹിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് നമുക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തതല്ല, ആ മാർക്കറ്റ് നമുക്ക് മനസ്സിലാകാത്ത മാർക്കറ്റിനകത്ത് പൊസിഷൻ ഹൈ എടുക്കരുത്. സെൻസെക്സിന് ലാസ്റ്റ് എക്സ്പയറി എന്ന് പറയുന്നത്, അതായത് ബുധനാഴ്ച അവധിയായിരുന്നു, ചൊവ്വാഴ്ച വലിയ ലാഭങ്ങളും വലിയ നഷ്ടങ്ങളും ഞാൻ സ്ക്രീൻഷോട്ട് കണ്ടു. നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്നെയാണ് വളരെ വലിയ പ്രോഫിറ്റും എടുത്ത ഒരു സംഭവമുണ്ട്. ക്യാപിറ്റൽ വാഷ് ഔട്ടായ സംഭവങ്ങളും അവിടെ കാണുന്നുണ്ട്. സോ ഒരേ മാർക്കറ്റ്, ഒരാൾ ലൈഫിൽ കണ്ട ഏറ്റവും വലിയ പ്രോഫിറ്റും ഒരാൾ അയാളുടെ ലൈഫിൽ കണ്ട ഏറ്റവും വലിയ ലോസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ
അത് ആ മാർക്കറ്റിൻ്റെ അല്ല മിസ്റ്റേക്ക്, ആ മാർക്കറ്റിനെ നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതിലാണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ ആയാലും കുഴപ്പമില്ല, ട്രിക്കി മാർക്കറ്റായിരുന്നു. സോ ദാറ്റ് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ കുറച്ച് മാറ്റം വരുത്തുക, നല്ല മാർക്കറ്റിൽ കാശുണ്ടാക്കുക, ബാഡ് മാർക്കറ്റിൽ സർവൈവ് ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു വോളറ്റൈലിറ്റി ആയിരുന്നു അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. സോ ശ്രദ്ധിക്കുക. ഇത് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഞാനൊക്കെ പേഴ്സണലി ട്രേഡ് ചെയ്ത് വരുന്ന സമയത്ത് പറഞ്ഞു തരാൻ അങ്ങനെ ആരുമില്ല. ഒരു മെൻറ്ററെന്നോ ഇല്ലെങ്കിൽ ഒരു നോളജ് ഷെയർ ചെയ്യുന്ന ഒരു യൂട്യൂബ് വീഡിയോ പോലും നമ്മൾ ലിറ്ററലി കാണാറില്ല. സോ അതിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു എന്നുള്ളതാണ്. സോ ലെവലിലേക്ക് വരാം. അത്യാവശ്യം ടൈം ആവുന്നുണ്ട്. എനിക്കറിയാം ഞാൻ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും യൂസ് ആവട്ടെ എന്നുള്ള ഒരു സംഭവത്തിനാണ്. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിൽക്കുമായിരുന്നു. ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റിലെ ഒരുപാട് കാലത്തിന് മുന്നേ ഉള്ള സപ്പോർട്ട് ഒരെണ്ണമാണ് ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 24,500 to 600 റേഞ്ച്. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെയൊക്കെ ലോ എന്ന് പറയുന്നത് 500 ആയിരിക്കണം. ഓക്കെ, ആ ഒരു 500 റേഞ്ചിലേക്ക് മാർക്കറ്റ് തിരിച്ച് വരാനുള്ള ഒരു ശ്രമമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ മാർക്കറ്റിൽ ഒരു റിക്കവറി ഫേസ് എന്ന് പറയുന്നത് 800-ന് മേളിൽ വരുമ്പോൾ ഈ ക്യാൻഡിലിൽ ഹാഫ് കവർ ചെയ്തു, ഇല്ലെങ്കിൽ ഒരു 60% കവർ ചെയ്തതിന് ശേഷം ഒരു ബുൾസിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. താഴേക്കാണെങ്കിൽ 600, 440 വരെയൊക്കെ അതിന് താഴേക്കുള്ളൊരു ലെവൽസ് കിടപ്പുണ്ട്. ശ്രദ്ധിക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പൊസിഷൻ കീപ്പ് ചെയ്യുക. സോ ഞാൻ ഇതിന് ഇനി ചാർട്ട് ചെറുതാക്കി കാണിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. മാർക്കറ്റ് ഇവിടെ ഒരു ബെയറിഷ് ഫ്ലാഗ് ആയിരുന്നു. ബെയറിഷ് ഫ്ലാഗ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇനി ഈ ഒരു ഏരിയ 660, ഞാൻ ആ പറഞ്ഞ 660-ലേക്കാണ്. അത് ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് കുറച്ച് ഗ്യാപ്പ് ഡൗണില്ല. അതായത് ഏതാണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് ഓപ്പൺ ചെയ്യുക, ഈ ഒരു ലെവലിലാണ് ഓപ്പൺ ചെയ്യുക. സോ അറ്റ്ലീസ്റ്റ് പെട്ടെന്ന് ഇത് തിരിച്ച് റിക്കവർ ഇതൊരു ലെവൽ തിരിച്ച് കയറി പോകുന്ന ഒരു സിറ്റുവേഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് കൺസോൾഡേറ്റ് ആയി പോകും. സോ ശ്രദ്ധിച്ചിട്ട് ട്രേഡ് ചെയ്യുക. എക്സ്പയറി ആണ്. നമുക്ക് ആ ഒരു മൊമെൻറ്റ് നമ്മൾ എടുത്ത അടുത്തൊരു 10 മിനിറ്റിനകത്ത് ആ ട്രേഡിൽ നമുക്ക് പോസിറ്റിവിറ്റി കിട്ടിയില്ലെങ്കിൽ ആ ട്രേഡ് പിന്നെ വാലിഡ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരും. സോ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ അനാലിസിസ്. ക്രൂഡ് ഓയിൽ ഒരു ഫ്ലാഗ് പാറ്റേൺ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നിങ്ങളുടെ മനസ്സിലൊന്ന് കീപ്പ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് വന്നു, ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നു, എന്നിട്ടൊരു റെസിസ്റ്റൻസിൽ തട്ടി, അതിനുശേഷം ഇവിടെ ഒരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്ത് മേളിലേക്ക് പോകാനുള്ള ഒരു ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം അത് 5600-ന് താഴെ വീഴാണ്ട് മേളിലേക്ക് കയറി പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ ഒരു ട്രേഡിനെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അത്യാവശ്യം ഇതിനകത്ത് കുറേ ഡേറ്റാസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ സംഭവത്തിനകത്ത് തന്നെ ഹിഡൻ ആയിട്ട് ഒരുപാട് ഡേറ്റാസ് ഉണ്ട്. ഇവിടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടാണ് ഇത് കയറിപ്പോയത്. തിരിച്ച് വന്നു, ഈ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ പോയി, തിരിച്ച് വീണ്ടും വന്നു. ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല ഫോളോ വരുന്നുണ്ട്. തിരിച്ച് വീണ്ടും ഇതേ ലെവലിൽ തന്നെ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്. സോ ഇനി ഇത് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇവിടെ 32-ൻ്റെ റേഞ്ചിൽ ഞാൻ ഇതിപ്പോൾ ഇതിൻ്റെ ഹൈ 5632, താഴേക്ക് 20 എന്നിങ്ങനെ ലെവലുണ്ട്. ഈ ലെവലിനകത്ത് ട്രേഡ് ചെയ്യാതിരിക്കുക. നല്ല ക്യാൻഡിൽസ് ഇതിന് മേളിൽ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുക. ഇവിടെയൊക്കെ ഓൾറെഡി ഈസി പ്രൈസ് ആക്ഷനാണ്. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ അനാലിസിസ്, ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസ്. 8.5 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്തത് സ്റ്റോക്കിനെ കുറിച്ച് കുറച്ച് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അതിലേക്ക് പോവാം. ഒന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് RVLനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. RVNL അത്യാവശ്യം ഒരു നെഗറ്റീവ് ട്രെൻഡിൽ നിന്ന് ഇത് കാണുന്നുണ്ട്. ഇതൊരു ഡൗൺ സൈഡ് ട്രെൻഡായിരുന്നു. ഇതിൽ നിന്ന് തൽക്കാലം ഒന്ന് ബൗൺസ് ചെയ്തു. പക്ഷേ ഇതൊരു ഡെഡ് ക്യാറ്റ് ബൗൺസ് ആയിരുന്നു. ഇതൊരു ഇതിനൊരു ബെയറിഷ് ട്രയാങ്കിളായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഈ ബെയറിഷ് ട്രയാങ്കിളുടെ ലോവർ എൻഡിലാണ് നിൽക്കുന്ന. ഇപ്പോൾ ഇതിനകത്ത് ഈ ട്രേഡ് ചോദിച്ച ഒരു വ്യക്തിക്ക് ആക്ച്വലി 84-ലാണ് എൻട്രി എടുത്തു എന്ന് പറഞ്ഞു. 84-ന് ആക്ച്വലി ഇതിനകത്തൊരു എൻട്രി ഇല്ലായിരുന്നു. ഇതൊരു ബ്രേക്കൗട്ട് ഫൈൻ. പക്ഷേ ഈ ഒരു റെസിസ്റ്റൻസിൽ മേളിലൊരു ക്ലോസിങ് നമുക്ക് കിട്ടിയില്ല. എനിക്ക് ആ എൻട്രി എന്താണെന്ന് മനസ്സിലായില്ല. ഇവിടെ ഒരു ക്യാൻഡിലും കറക്റ്റ് ഒരു എൻട്രി ഞാൻ കാണുന്നില്ല. എങ്ങനെയാണ് ആ പ്രൈസിൽ എൻട്രി എടുത്തതെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ബട്ട് സ്റ്റിൽ എന്തായാലും എടുത്തു. ഇപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് 30% ഇല്ല 25% ഡൗണാണ്. സപ്പോർട്ട് എനിക്കതിൽ കാണുന്നില്ല. ഇനിയും ഡൗണ് പോകാനുള്ള സാധ്യത ഉണ്ട്. സോ ശ്രദ്ധിക്കുക ഈ ഒരു പൊസിഷൻ. എനിക്ക് പേഴ്സണലി ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ഈ ഒരു വീഡിയോയിലിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്.
ഓക്കെ. അതിനകത്ത് ഒരു ബയ്യറിനെ കാണുന്നില്ല സ്റ്റിൽ. ഓക്കെ. പ്രകാശ് ഇൻഡസ്ട്രീസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു അപ് ട്രെൻഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നതായിരുന്നു. പക്ഷേ അപ് ട്രെൻഡിൻ്റെ ലോവർ സൈഡിലാണ് നിൽക്കുന്നത്. അതിൻ്റെ SL ലെവൽ എന്ന് പറയുന്നത് ഇനി ഒരു 150 റേഞ്ചിലേ ഉള്ളൂ. 160ക്ക് താഴെ അത്യാവശ്യം വന്നാലേ ഉള്ളൂ അതിൻ്റെ അകത്ത് SL. സോ അപ്പോഴും ഈ ഒരു ലെവലിൽ ഈ ഒരു അപ് ട്രെൻഡ് ചാനലിൽ സപ്പോർട്ട് എടുത്ത് ചിലപ്പോൾ തിരിച്ച് കയറി പോയിരിക്കും. സോ യുവർ SL ഈസ് ടു വൈഡ്. ഓക്കെ. ഇതൊക്കെ ഹോൾഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെയൊക്കെ SL കഴിഞ്ഞു പോയി. എനിക്ക് ആ പറഞ്ഞു തന്ന പ്രൈസിന് അതിൽ ഇട്ടിരുന്ന പ്രൈസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ SL ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. സോ പാർഷ്യലി വേണമെങ്കിൽ ഒഴിവാക്കാം, ഇല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഈ ഒരു പ്രശ്നം, ഇന്നത്തെ ഈ ഒരു പ്രശ്നങ്ങളായിട്ട് വരുന്നില്ല, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇത് പതുക്കെ റിവേഴ്സിൽ തിരിച്ച് വന്നേക്കാം. സപ്പോർട്ടിൻ്റെ മേളിൽ നിൽക്കുന്നതുകൊണ്ട് പതുക്കെ ബൗൺസ് ചെയ്തേക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് അവിടെ ഉണ്ട്. ഓക്കെ. അടുത്ത മൂന്നാമത്തെ ടാറ്റ ടെക്നോളജീസ്. അതും സെയിം 3 സ്റ്റോക്കും എനിക്ക് ചോദിച്ച 3 സ്റ്റോക്കും നെഗറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് സ്റ്റിൽ നിൽക്കുന്നത്. ഒരു പോസിറ്റീവ് ട്രെൻഡ് ഇതുവരെ വന്നിട്ടില്ല. സപ്പോർട്ട് ആ പറഞ്ഞ സപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പ്രൈസിനൊക്കെ സപ്പോർട്ടും SL ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. സോ ശ്രദ്ധിച്ച് ഇതിനകത്ത് പൊസിഷൻ കീപ്പ് ചെയ്യുക. ബയറൊന്നും കാണുന്നില്ല. ബയർ ഇല്ലാത്തൊരു സ്റ്റോക്കിൽ ആവറേജ് ചെയ്യാനും ഇല്ല, പുതിയ ബൈ ചെയ്യാനും ഇല്ല, ഒന്നുമില്ല. ഓക്കെ. ഈ ടാറ്റ ടെക്നോളജീസ് നമ്മൾ കുറച്ച് മുന്നേ 640 റേഞ്ചിൽ നമ്മൾ ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാറ്റ ടെക്നോളജീസ് കൊള്ളാമെന്നുള്ളത്. അത് ഏതാണ്ട് ഈ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കുറച്ച് മേളിൽ എവിടെയെങ്കിലും പറഞ്ഞതായിരിക്കണം, എനിക്ക് ഉറപ്പില്ല. എന്നാലും വലിയ നഷ്ടത്തിലൊന്നും വരാൻ സാധ്യതയില്ല, വലിയ ലാഭത്തിലും വരാൻ സാധ്യതയില്ല. മാർക്കറ്റ് കൺസോൾട്ടേഷനാണ് ഈ ഒരു പ്രൈസ് ഏറ്റവും നല്ല സപ്പോർട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് 600-ന് മേളിൽ ഇതിന് സപ്പോർട്ടുണ്ട്. ആ ഒരു സപ്പോർട്ടാണ് അതവിടെ എടുത്ത് നിൽക്കുന്നത്. മാർക്കറ്റ് കൊള്ളാം എന്നുണ്ടെങ്കിൽ IT സെക്ടറിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ലെങ്കിൽ ടാറ്റ ടെക്നോളജീസ് പതുക്കെ തിരിച്ച് കയറി വരും എന്നുള്ളത് തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ അനാലിസിസ്. 12 മിനിറ്റിന് മേളിലായിട്ടുണ്ട്. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.